പപ്പായുടെ ബർത്ത്ഡേക്ക് പപ്പ കൊണ്ടുവരുന്ന ഐസ്ക്രീം കഴിക്കാനാണ് ഒരു കുട്ടമാക്രിയെ പോലെ ഞാൻ കാത്തിരിക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഹെവൻലി കേക്സിന്റെ ഉടമ ബെയിനി ആന്റിയിൽ നിന്നും ഹോം മെയ്ഡ് കേക്ക് അങ്ങ് വാങ്ങി. കേക്കും ഫോണും ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ പപ്പായ്ക്കായി കാത്തിരുന്നു. എന്റെ ഏതൊരു പരിപാടിക്കും വീട്ടിലെ അന്തർജനം പിന്തർജനമാവും, സ്വാഭാവികം. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് റെഡിയാവുന്ന തോരണം. സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഓടിച്ചെന്നു ഐസ്ക്രീമിനായി. ഒരു എളുപ്പം കൂടാതെ ഐസ്ക്രീം വാങ്ങി ഞാൻ നേരെ അകത്തേക്ക് ഓടി. ഇനി കേക്കിന്റെ ഊഴമാണ്. ഫ്രിഡ്ജിൽ നിന്ന് കേക്കും ഫോണും എടുത്ത് ഒരൊറ്റ നടത്തം. പപ്പായ്ക്ക് സർപ്രൈസ് കൊടുത്ത് ഞങ്ങൾ സർപ്രൈസ് ആയില്ല, പപ്പായും സർപ്രൈസ് ആയില്ല. കാരണം പപ്പ ഈ റിയാക്ഷനെ ഇടത്തുള്ളൂ എന്ന് ഞങ്ങൾക്കും അറിയാം. ഇതിൽ കൂടുതൽ റിയാക്ഷൻ പപ്പ ഇടത്തുമില്ല. പുറകിൽ ലോ ഇരിക്കുന്ന അന്തർജനത്തിനും കാര്യമറിയാം. അവസാനം എന്റെ കൈ കുഴയ്ക്കുന്നു എന്ന് കണ്ടപ്പോഴായിരിക്കാം കേക്ക് വാങ്ങി കേക്ക് മുറിക്കാൻ ആരംഭിച്ചു. വലിയ ആഘോഷങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിൽ ചെറിയ അന്തർജനം ഫസ്റ്റ്, ഇളയ മകൾ സെക്കൻഡ്, ഞാൻ തേർഡ്. ഇതായിരുന്നു കേക്കിന്റെ ഓർഡർ. അല്ലേലും അത് അങ്ങനെയാണല്ലോ. അങ്ങനൊന്നുമല്ല, എല്ലാവരുടെയും വയൽ ഒരുപോലെ കേക്ക് വെച്ച് കൊടുക്കാൻ അല്ലേലും പറ്റത്തില്ലല്ലോ. കേക്ക് മുറിച്ച ക്ഷീണമാണെന്ന് തോന്നുന്നു. ഒരാൾ മാറി അപ്പുറത്തിരിപ്പുണ്ട്. കേക്ക് ഡിവൈഡ് ചെയ്യാൻ വീട്ടിലെ ഡിവൈഡർ തന്നെ വേണ്ടി വന്നു. ആക്രോസി കുറഞ്ഞൊരു ഡിവൈഡറാണ്. വലിയ കഷ്ണങ്ങൾ തട്ടിയെടുക്കാൻ ഞാനും ലിവളും കഴുകനെ പോലെ നോക്കിയിരിക്കും. ഇനി കുശലാന്വേഷണവും ഒരു ദിവസത്തെ അവലോകനവും കേട്ടിരിക്കാൻ ഞങ്ങളും ഉണ്ട്. അപ്പൊ നന്ദി, വീണ്ടും വരിക.